ഹലോ മക്കളെ, വെൽക്കം ടു ആർക്കനെക്സ്. നമ്മുടെ ഓണം എക്സാം എന്ന് വിളിക്കുന്ന ക്വാർട്ടർലി എക്സാം ഇതാ തൊട്ടടുത്തെത്തി. കഷ്ടിച്ചൊരു 1.5 മാസം കൂടി ഉള്ളൂ നമ്മുടെ കയ്യിൽ. ഓക്കെ, അതുകൂടി കഴിഞ്ഞ് നമ്മൾ ഓണം എക്സാം എഴുതണം. ഓഗസ്റ്റ് മിഡ് ആകുമ്പോഴത്തേക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് മാത്സിൽ നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഓണം എക്സാമിന് ഉണ്ടാവുക, ദെൻ ഓരോന്നിനും ഓരോ ചാപ്റ്ററിനും നമുക്ക് എത്ര മാർക്ക് എക്സ്പെക്റ്റ് ചെയ്യാം, ദെൻ എല്ലാത്തിലും നമ്മൾ പഠിക്കേണ്ട മെയിൻ ടോപ്പിക്സ് എന്ന് പറയാനില്ല, എല്ലാ ടോപ്പിക്സും പഠിക്കേണ്ടി തന്നെയാണ്. പക്ഷെ എന്നാലും എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ കറക്റ്റ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണ് നമുക്ക് വേണമെന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, ഒരു ഓവറോൾ ഒരു ഡിസ്കഷൻ പോലെ നോക്കാം. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് അറിയാം ഓണം എക്സാമിന് നമുക്ക് 5 ചാപ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. നമ്പർ 1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടാകും. നമ്പർ 2 ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടാകും. ആൻഡ് നമ്പർ 3 മെട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് ഉണ്ടാകും. ആൻഡ് നമ്പർ 4 ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് ഉണ്ടാകും. ആൻഡ് 5th കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ഈ ചാപ്റ്റേഴ്സ് ഉണ്ടാകും. ആൻഡ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അറിയാം. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് അറിയാലോ. +1 ഒക്കെ എഴുതി വന്ന സ്ഥിതിക്ക് ഇങ്ങ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് 8 ക്വസ്റ്റ്യൻ ആദ്യത്തെ സെഷനിൽ 3 മാർക്കിനായിരിക്കും ഉണ്ടാവുക. 8 ക്വസ്റ്റ്യൻ 3 മാർക്ക് എന്ന് പറയുമ്പോൾ 24. ഇതിൽ നിങ്ങൾ 6 എണ്ണമാണ് എന്ത് ചെയ്യേണ്ടത്, അറ്റൻഡ് ചെയ്യേണ്ടത്, നിങ്ങൾക്കറിയാം. പിന്നെ ഒരു 8 ക്വസ്റ്റ്യൻ 4 മാർക്കിൻ്റെതായിരിക്കും. അപ്പം 32 മാർക്സ് വരും. അതിൽ നിങ്ങളൊരു 6 എണ്ണം അറ്റൻഡ് ചെയ്യേണ്ടി വരാം. ഓക്കെ, 8 ക്വസ്റ്റ്യൻ തരും, 6 എണ്ണം അറ്റൻഡ് ചെയ്യണം. വീണ്ടും ഒരു 8 ക്വസ്റ്റ്യൻ തരും, 6 എണ്ണം അറ്റൻഡ് ചെയ്യണം. ദെൻ പിന്നെ ഒരു 4 ക്വസ്റ്റ്യൻ തരും, 6 മാർക്കിൻ്റെതാണ്. അതിന്ന് നിങ്ങൾ അറ്റൻഡ് ചെയ്തത് 3 എണ്ണം. അപ്പോൾ ടോട്ടൽ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കേ, 32 24 24 എത്ര വരും 80 മാർക്സ് ആയില്ലേ, 80 മാർക്ക്. അപ്പോൾ ഇതിൽ നിങ്ങൾ 6ഉം 3ഉം അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 60 മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. വേറെ കാര്യം, അതായത് 6 മാർക്കിൻ്റെ 3 എന്ന് പറയുമ്പോൾ 18, 6 മാർക്കിന് 4 എന്ന് പറയുമ്പോൾ 24. ഓക്കെ, 24, 3 മാർക്കിന് 6 എന്ന് പറയുമ്പോൾ 18, 18 പേരിട്ട് 36, 24, 60 മാർക്ക്. അപ്പോൾ ആ 80 മാർക്കിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. 80 മാർക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് വരുമ്പോൾ എത്ര ഉണ്ടാവുള്ളൂ, 60 മാർക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 80 മാർക്ക് ഈ 5 ചാപ്റ്ററൊന്നും കൂടി മുറിച്ച് ചോദിക്കണ്ടേ. അപ്പോൾ 80 മാർക്ക് 5 ചാപ്റ്റർ നിന്ന് മുറിച്ച് ചോദിക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ചാപ്റ്റർ നിന്ന് 16 മാർക്ക് ചോദിക്കേണ്ടി വരും. 16 മാർക്ക് അറൗണ്ട് ഒരു ചാപ്റ്റർ ചോദിക്കേണ്ടി വരും. ഒരു ചാപ്റ്റർ ചോദിക്കേണ്ടി വരും. അപ്പം നിങ്ങളൊരു 3 ചാപ്റ്റർ മുഴുവനും നല്ല വൃത്തിക്കും ഒരു ചാപ്റ്റർ പകുതിയും പഠിച്ചാൽ തന്നെ 60 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നല്ല ചോക്കുക. ഓക്കെ, അപ്പം സംഭവം മാർക്ക് സ്കോർ ചെയ്യാൻ കുറച്ച് ഐഡിയപരമായിട്ട് കളിച്ചാൽ മതി. അപ്പം നമുക്ക് റിലേഷൻ ഫംഗ്ഷൻ എത്ര മാർക്ക് പ്രതീക്ഷിക്കാം, നമുക്കൊരു 14 to 20 മാർക്ക് വരെ റിലേഷൻ ഫംഗ്ഷൻ പ്രതീക്ഷിക്കാം. അത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ നിന്ന് ചിലപ്പം 10 to 12 മാർക്കിനെ ഉണ്ടാവുള്ളൂ. കാരണം അത്രയൊന്നും ചോദിക്കാൻ കഴിയുള്ളൂ, അല്ലേ? ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതാണ് അങ്ങനെ. ആൻഡ് ഈ എല്ലാ ചാപ്റ്ററിൽ നിന്നും ഒരു 14 to 20 മാർക്കിന് ചോദിക്കാം. ഓക്കെ, കാരണം ഏറ്റക്കുറച്ചുകൾ എന്തായാലും ഉണ്ടാവും. കാരണം 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ അങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയിട്ടല്ലേ ചോദിക്കുക. അപ്പം കറക്റ്റ് 16 മാർക്ക് എല്ലാത്തും ചോദിക്കൊന്നുമില്ല. ചിലപ്പോൾ ഇപ്പുറത്ത് നിന്ന് ചിലപ്പോൾ 14 ആവും, ചിലപ്പോൾ അപ്പുറത്ത് 18 ആവും. ഓക്കെ, അപ്പോൾ ആ രീതിയിലായിരിക്കും അതിൻ്റെ ഒരു ഇതുണ്ടാവുക. അപ്പം ഏതൊക്കെ ടോപ്പിക്സ് പഠിച്ചു തീർക്കാൻ പറ്റൂ ഒക്കെ പഠിക്കണം. ഏതൊക്കെ ചാപ്റ്റർ ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കാൻ പറ്റുമോ ഫുള്ള് പഠിക്കണം. കാരണം ഏത് മുക്കുന്നതും മൂലയൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കും. കാരണം 16 മാർക്ക് ഒരു ചാപ്റ്ററിന് 16 മാർക്ക് ഒപ്പിക്കണ്ടേ. പബ്ലിക് എക്സാമിന് പോകുമ്പോൾ അങ്ങനെയല്ല. പബ്ലിക് എക്സാമിന് ചോദിക്കുമ്പോൾ 60 മാർക്കും 12, 13 ചാപ്റ്ററാണ്. അപ്പോൾ ഒരു ചാപ്റ്ററിന് മാക്സിമം പോയാൽ 4, 5, 6 മാർക്കേ മാക്സിമം ചോദിക്കുള്ളൂ. ഇതങ്ങനെയല്ല, ഇതതിൻ്റെ ഇരട്ടിയിൽ കൂടുതൽ മാർക്ക് ചോദിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തുനിന്നും ഓരോരോ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് നിന്ന് എന്തൊക്കെ ചോദിക്കും? ഉറപ്പായിട്ടും റിലേഷൻസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് സിമെട്രിക്, അതേപോലെ റിഫ്ലെക്സീവ്, അതേപോലെ ട്രാൻസിറ്റീവ്, ഇത് വെച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടുണ്ടാവും, കൺഫേം. കാരണം ഇത് ചോദിക്കാതെ ഇരിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് റിഫ്ലെക്സീവ് നോക്കുക, എങ്ങനെയാണ് സിമെട്രിക് നോക്കുക, എങ്ങനെ ട്രാൻസിറ്റീവ് നോക്കുക, നല്ല വൃത്തിക്ക് എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിച്ചു നോക്കുക. ഓക്കെ, റെഡി. ദെൻ ഫങ്ഷൻസിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഉറപ്പായും 1-1, അതേപോലെ ഓൺ 2, 1-2 ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാം. 1-1 ഓൺ 2ൻ്റെ ഭാഗത്ത് നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. കൂടെ ഉള്ളൂ, ഒരിക്കലും കുറയൂല. ഓക്കെ, ദെൻ അതേപോലെ ഈ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായും ചോദിക്കുന്ന അടുത്തൊരു ടോപ്പിക്കാണ് കോമ്പോസിഷൻ. ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വൃത്തിക്ക് പഠിക്കാനുള്ള സാധനമാണ് കോമ്പോസിഷനും, അതേപോലെ ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സും. സോറി ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷനും. മെട്രിക്സ് അപ്പുറത്ത് വരുന്നുണ്ട് എന്തായാലും, അത് വേറെ കാര്യം. അപ്പോൾ കോമ്പോസിഷനും അതേപോലെ ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷനും പഠിക്കുക. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ടും പബ്ലിക് എക്സാമിനും കഴിഞ്ഞ 2 വർഷവും കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചൊരു ടോപ്പിക്കാണ് ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ.
അപ്പോൾ നിങ്ങൾ ക്വാർട്ടർലി എക്സാമിന് ഉറപ്പായിട്ടും ആ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചു വെക്കണം. ദെൻ നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസിലേക്ക് വരുമ്പോൾ അത് ഞാൻ പറഞ്ഞൊരു കുഞ്ഞ് ചാപ്റ്ററാണ്. അതിൽ ഉറപ്പായിട്ടും ഇങ്ങോട്ട് ചോദിക്കാൻ പോകുന്ന 1 or 2 പ്രാവശ്യം ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ വാല്യൂ. ഉറപ്പായും വേറെ എന്ത് ചോദിച്ചില്ലെങ്കിൽ ഈ സാധനം എന്തായാലും ചോദിക്കും. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഡാഷ്. അവിടെ നമ്മൾ ബോക്സ് ഒക്കെ പഠിച്ചിട്ടില്ലേ? ഏത് ബോക്സാണ്? സൈന്, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ടിൻ്റെ 0, 30, 45, 60, 90 ഒരു പെട്ടി. ആ പെട്ടികൾ ഏത് കോമ്പിനേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2, അപ്പോൾ നിങ്ങൾ എന്ത് പറയണം? 30 എന്ന് പറയണം. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 നിങ്ങൾ എന്ത് പറയണം? 45 എന്ന് പറയണം. അപ്പോൾ അതേപോലെ ഏത് ടൈപ്സ് ഓഫ് കോമ്പിനേഷനും അതിന് ചോദിക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ്. പിന്നെ നമുക്ക് ഒരാളെ പിടുത്തം കിട്ടാതെ പറയുന്ന ഒരു ടോപ്പിക്കാണ് സിംപ്ലിഫൈ അല്ലെങ്കിൽ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ. അത് ഇന്ന ആളെ ചോദിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ടൈപ്പേ ചോദിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ക്വസ്റ്റ്യനെ ചോദിക്കുകയുള്ളൂ നമുക്ക് എടുത്ത് പറയാൻ പറ്റില്ല. കാരണം അത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പല രീതിയിൽ എന്ത് ചെയ്യാം, അത് ചോദിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കുകയുള്ളൂ, ഇല്ലാത്ത ക്വസ്റ്റ്യൻ ചോദിക്കില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻട്രിയിലത്തെ ഏതൊക്കെ റൂൾസുകളുണ്ടോ അതിനെങ്ങനെയൊക്കെ നമുക്ക് കോമ്പിനേഷൻ എടുക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ പഠിച്ചിട്ട് ആ ക്വസ്റ്റ്യൻസിൽ ചോദിക്കുള്ളൂ. കാരണം ഒരാൾക്ക് പുതിയ ക്വസ്റ്റ്യൻ തോന്നി വരെ എന്ത് ചെയ്യില്ല, ചോദിക്കില്ല. ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ട പോലെ ചോദിച്ചാലേ റൂൾ മാച്ച് ആവുള്ളൂ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ മാത്രമേ നമുക്ക് പബ്ലിക് എക്സാമിനും ക്വാർട്ടർലി എക്സാമിനും ഹാഫ് എക്സാമിനും ഒക്കെ വരുള്ളൂ. അപ്പോൾ ട്രിഗണോമെട്രിയാണ്, പ്രൂവ് ദാറ്റ് ആണ്. ചോദിക്കേണ്ട കുറച്ച് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ട്. ആ രീതിയിലേ ക്വസ്റ്റ്യൻ ചോദിക്കുകയുള്ളൂ, അങ്ങനെ അത് ചോദിക്കുകയുള്ളൂ. അപ്പോൾ അത് പഠിച്ചു വെച്ചാൽ പിന്നെ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഏത് പഠിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം പഠിക്കണം. അപ്പോൾ ബേസിക്കലി റൂൾസ് എല്ലാം നല്ല വൃത്തിക്ക് ആദ്യം പഠിച്ചു തീർക്കുക. എന്നിട്ട് ആ റൂൾസ് വെച്ച് ചെയ്യുന്ന എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ നമുക്ക് തപ്പിയാൽ കിട്ടുന്ന എല്ലാ ക്വസ്റ്റ്യനും പ്രാക്ടീസ് ചെയ്യുക. കാരണം എക്സാമിന് വരുമ്പോൾ നമ്മൾ കണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും പിന്നെയും വരിക. ഒരു റിപ്പീറ്റ് മോഡലിലെ ഇതിന് ക്വസ്റ്റ്യൻ വരുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു പുതിയ റൂൾ ഉണ്ടാക്കി ഒരു പുതിയ ക്വസ്റ്റ്യൻ ചോദിക്കില്ല, ഉള്ള റൂൾ വെച്ച് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസേ ചോദിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കത് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. സോ മാക്സിമം എല്ലാ ക്വസ്റ്റ്യനും പഠിക്കാം. പിന്നെ സിംപ്ലിഫൈയിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രൂവ് ദാറ്റിലും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് അങ്ങോട്ട് ഒരു ഷെയർ ചെയ്ത് ചോദിക്കാം, അത്രേ ഉള്ളൂ. ചിലപ്പോൾ പ്രൂവ് ദാറ്റിൽ ചോദിച്ചത് സിംപ്ലിഫൈയിലും ചോദിക്കാം, സിംപ്ലിഫൈ ചോദിച്ചത് പ്രൂവ് ദാറ്റിലും ചോദിക്കാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, ഷെയർ ചെയ്ത് ചോദിക്കും. ഓക്കെ, പിന്നെ നമ്മൾ മെട്രിക്സിലേക്ക് വരുമ്പോൾ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് നമുക്ക് ഒരുമിച്ച് പറയാം. മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക, മെട്രിക്സ് എന്ന് ഉറപ്പായിട്ടും കൺസ്ട്രക്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. കൺസ്ട്രക്ഷൻ, അതായത് ഓർഡറും പറയും, AIJയും തരും, മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറയും. 2/3 3/4 ഒക്കെ പറഞ്ഞിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറയും. അപ്പോൾ ഐക്കും ജെക്കും വാല്യൂ കൊടുത്തിട്ട് മെട്രിക്സ് ഇങ്ങനെ ഉണ്ടാക്കുക, മെട്രിക്സ് കൺസ്ട്രക്ഷൻ. ഓക്കെ, പിന്നെ ഇക്വാലിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇക്വാലിറ്റി ബേസ്ഡ്, രണ്ട് മെട്രിക്സ് ഈക്വൽ ആണ്, അപ്പോൾ X കണ്ടുപിടിക്കുക, Y കണ്ടുപിടിക്കുക, ABCD ഒക്കെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഇല്ലേ, ഇക്വാലിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു 16 മാർക്കൊക്കെ, ഒരു 16ഓളം മാർക്ക് ഒരു ചാപ്റ്ററിൽ നിന്ന് ഒപ്പിക്കണം എന്നുള്ളൊരു കാരണം കൊണ്ട് ടൈപ്സ് ഓഫ് മെട്രിസസിൽ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ടൈപ്സ് ഓഫ് മെട്രിസസ്, ഫോർ എക്സാമ്പിൾ ഡിഫൈൻ സ്ക്വയർ മെട്രിക്സ്, ഗീവ് ടു എക്സാമ്പിൾ, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ടൈപ്സ് ഓഫ് മെട്രിസസ് ഏതൊക്കെയാണെന്നും അതിന് എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചു വെക്കുക. ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് ഓപ്പറേഷൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും, 2 സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് ക്വസ്റ്റ്യൻസും. ഓപ്പറേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അത് ചിലപ്പോൾ ഒരു പ്രോപ്പർട്ടീൻ്റെ ഷോ ദാറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എങ്ങനെ A × B + C = AB + AC ഷോ ദാറ്റ്. അപ്പോൾ Aയും തരും, Bയും തരും, Cയും തരും, ഷോ ദാറ്റ് ഇത്. അപ്പോൾ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യാൻ പഠിക്കുക, ഓപ്പറേഷൻസ് ചെയ്യാൻ പഠിക്കുക, അത്ര തന്നെ. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും, A³ + 4A² - 5A - 7A കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ =0 പ്രൂവ് ദാറ്റ് ചെയ്യുക, ഷോ ദാറ്റ് ചെയ്യുക, പ്രൂവ് ദാറ്റ് പറയില്ല, ഷോ ദാറ്റ്. അപ്പോൾ എങ്ങനെ ചോദിച്ചാലും അൾട്ടിമേറ്റ്ലി നിങ്ങൾ പഠിക്കേണ്ടത് ഓപ്പറേഷൻസ് നല്ല വൃത്തിയായിട്ട് പഠിക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വെറുതെ പഠിച്ചാൽ മാത്രം പോരാ, അത് പ്രോപ്പറായിട്ട് എഴുതി പ്രാക്ടീസ് ചെയ്യണം. കാരണം ടൈം കില്ലിങ് ചാപ്റ്ററാണ്. നമ്മൾ എത്രത്തോളം ശ്രദ്ധിച്ച് എഴുതുന്നോ അത്രത്തോളം സമയം പോകും. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ടൈം മിസ്സായി പോകുന്നൊരു ചാപ്റ്ററാണ്, 2 ചാപ്റ്ററാണ് മെട്രിക്സും ഡിറ്റർമിനൻസും. അപ്പോൾ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് നിങ്ങൾ അത് എന്ത് ചെയ്യണം, നല്ല വെൽ പ്രാക്ടീസ്ഡ് ആയിരിക്കണം. ടൈം എന്ത് ചെയ്യണം, നല്ല വൃത്തിക്ക് മാനേജ് ചെയ്ത് പഠിക്കണം. ആൻഡ് ഇഫ് യു നീഡ് യു ക്യാൻ യൂസ് കാൽക്കുലേറ്റർ ഓൾസോ. അപ്പോൾ കാൽക്കുലേറ്ററും കൂടി ഉപയോഗിച്ചിട്ട് മാക്സിമം സ്പീഡിൽ ചെയ്ത് പഠിക്കാം. ഓക്കെ, അതേപോലെ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്. നമുക്കൊരു മെട്രിക്സ് വന്നിട്ട് അതിനെ സിമെട്രിക്കിൻ്റെയും സ്ക്യൂ സിമെട്രിക്കിൻ്റെയും സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്യണം. അത് ഈവൻ നമ്മൾ പബ്ലിക് എക്സാമിന് പോലും എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഈ കഴിഞ്ഞ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വരെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും നല്ല വൃത്തിക്ക് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഡിറ്റർമിനൻസിലേക്ക് വരുമ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഏരിയ കാണാൻ പഠിക്കുക. ഒരു ട്രയാങ്കിളിൻ്റെ
ഏരിയ കാണുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഒരു ട്രയാങ്കിൾ ഏരിയ കാണുന്ന ഒരു പരിപാടി, അതെല്ലാം അടിപൊളിയായിട്ട് പഠിച്ചു വെക്കുക. ആൻഡ് അൾട്ടിമേറ്റ്ലി എ ഇൻവേഴ്സ് കാണാനും പഠിച്ചു വെക്കുക. എ ഇൻവേഴ്സ് കാണാൻ എന്തായാലും 2 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാവും, കൂടെ ഉള്ളൂ കുറയില്ല. എ ഇൻവേഴ്സ് കാണാൻ പഠിച്ചു വെക്കുക. ഒന്ന് ഡയറക്റ്റ് ആയിട്ട് എ ഇൻവേഴ്സ് കാണുക എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. 2 സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. സിസ്റ്റം ഓഫ് ഇക്വേഷൻ. അപ്പോൾ അതിൽ നമ്മൾ എന്താ ചെയ്യുക? എ എന്നുള്ള മെട്രിക്സ് എഴുതി, ബി എന്നുള്ള മെട്രിക്സ് എഴുതി, എക്സ് എന്നുള്ള മെട്രിക്സ് എഴുതി, ഇൻവേഴ്സ് കണ്ടുപിടിച്ച് ബി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് എന്ത് ചെയ്യുക? വൃത്തിക്ക് പഠിച്ചു വെക്കുക. ആൻഡ് മിക്കവാറും ഒരു 6 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന് ഇത് തന്നെ ആയിരിക്കും. 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. പിന്നെ ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇപ്പം ടൈപ്സ് ഓഫ് മെട്രിക്സ് അല്ല, ഓപ്പറേഷൻസ് മെട്രിക്സ് ആയിരിക്കും. സം ഓഫ് സിമെട്രിക്ക് 4 മാർക്കായിരിക്കും. കൺസ്ട്രക്ഷൻ ചിലപ്പോൾ 3 മാർക്കായിരിക്കും. ഇക്വാളിറ്റി 3 മാർക്കായിരിക്കും. ഏരിയ കാണുന്നത് 3 മാർക്കായിരിക്കും. എ ഇൻവേഴ്സ് കാണുന്നത് 4 മാർക്കായിരിക്കും. 1, 1 on 2 ഒക്കെ 3 മാർക്ക്. റിഫ്ലെക്സ് സിമെട്രി ഒക്കെ 3 മാർക്ക്. പ്രൂവ് ദാറ്റ് ചിലപ്പോൾ 3 മാർക്കിന് 2 ക്വസ്റ്റ്യൻ ആയിരിക്കും, ചിലപ്പോൾ 2 മാർക്കിന് 3 ക്വസ്റ്റ്യൻ ആയിരിക്കും. ഏത്? ഇൻവേഴ്സ് എന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പം ആ ഒരു ടൈപ്പിൽ ഇതൊക്കെ പഠിച്ചു നോക്കുക. ഓക്കെ. പിന്നെ നമുക്ക് വരുന്നതാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. കണ്ടിന്യൂറ്റിന്ന് മാത്രമായിട്ട് 2 ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. കണ്ടിന്യൂറ്റി മാത്രമായിട്ട് കേട്ടോ. അതും ചിലപ്പോൾ 2 3 ആവാനേ ചാൻസ് ഉള്ളൂ, 2 ഒരിക്കലും കുറയില്ല. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി ആ 2 ക്വസ്റ്റ്യൻസിൽ ഒന്ന് കണ്ടിന്യൂസ് ആണ് എങ്കിൽ കെ കണ്ടുപിടിക്കുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. LHL = RHL ഒക്കെ ഇട്ടിട്ട് സോൾവ് ചെയ്തിട്ട് കെ കാണുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അതായിരിക്കും ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ അതായിരിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചെക്ക് ദി കണ്ടിന്യൂറ്റി ആയിരിക്കും. ചെക്ക് ദി കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ഡിസ്കണ്ടിന്യൂറ്റി എവിടെയാണെന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആവാം, അല്ലെങ്കിൽ ചെക്ക് ദി കണ്ടിന്യൂറ്റി ആവാം. അപ്പോൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. കണ്ടിന്യൂറ്റി ആണ് ദെൻ കെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, ഇത് രണ്ടും കണ്ടിന്യൂറ്റി മാത്രമായിട്ട് ചോദിക്കും. ഡിഫറൻഷ്യബിലിറ്റി എന്ന് വരുമ്പോൾ മക്കളെ നമുക്ക് ട്രിഗണോമെട്രി പറഞ്ഞ പോലെ തന്നെയാണ്. ഏത് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അത് കോമ്പോസിറ്റ്, അതേപോലെ ഇംപ്ലിസിറ്റ്. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇയാളിപ്പം ഫുൾ ചാപ്റ്റർ പറയാനുള്ള വിചാരിക്കും. നമുക്ക് ഈ വരുന്ന എക്സാമിന് അതാണ് നമ്മുടെ ഒരു ഐഡിയ, എല്ലാ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ കോമ്പോസിറ്റ്, ഇംപ്ലിസിറ്റ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്, ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ, അതേപോലെ പാരാമെട്രിക് ഡിഫറൻഷിയേഷൻ, അതേപോലെ d²y/dx², സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്. ഈ ടോപ്പിക്കിൽ ഏതിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. ചിലപ്പോൾ എല്ലാത്തിനും ഓരോരോ ക്വസ്റ്റ്യൻ ചോദിക്കും വേണമെങ്കിൽ. ചിലപ്പോൾ 4 മാർക്കിന് എന്ന് പറയുമ്പോൾ ഒരു 2 മാർക്ക് കോമ്പോസിറ്റ്, 2 മാർക്ക് ഇംപ്ലിസിറ്റ്, പിന്നെ ഒരു 2 മാർക്ക് 6 മാർക്കിലേക്ക് ഈ 4 ഓരോന്ന്. അപ്പം അങ്ങനെയൊക്കെ ചോദിക്കാം. 6 മാർക്കിൻ്റെ അതിപ്പോൾ ഈ 3 ടോപ്പിക്കൊന്നും 1, 1, 1 ഈച്ച് 2, 2, 2 മാർക്ക് ചോദിച്ചാൽ മതി. ഒരു ക്വസ്റ്റ്യൻ ഇവിടുന്ന്, ഒരു ക്വസ്റ്റ്യൻ ഇവിടുന്ന്, ഒരു ക്വസ്റ്റ്യൻ ഇവിടുന്ന്. 2 മാർക്ക് 2 മാർക്ക് 2 മാർക്ക് 6 മാർക്കിൻ്റെ സെക്ഷൻ ആയില്ലേ. അപ്പം എല്ലാത്തിനും ഓരോ ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്ട് ചെയ്യാം. അപ്പം ഇത് നമുക്ക് അങ്ങനെ ഒരു ഗ്യാരണ്ടി വെച്ച് പറയാൻ പറ്റില്ല ഇവിടുന്ന് ആയിരിക്കും ചോദിക്കുക എന്നുള്ളത്. അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, അവിടുന്ന് ഇവിടുന്നൊക്കെ ചോദിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 10-16 മാർക്കോളം നമുക്ക് ചോദിക്കാനുണ്ട്. അപ്പം ലാവിഷായിട്ട് എല്ലാത്തിനും ചോദിക്കാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് മാക്സിമം നല്ല വൃത്തിക്ക് എന്ത് ചെയ്യുക? എല്ലാം പഠിച്ചു വെക്കുക. സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഡെയിലി ഓരോ ചാപ്റ്റർ വെച്ച് പഠിച്ചാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ സബ്ജക്റ്റും പഠിച്ച് തീർക്കാൻ പറ്റുന്ന അത്രയും സമയം നമ്മളെ കയ്യിലുണ്ട്. ദെൻ എവിടെയെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകളോ മിസ്സിങ്ങുകളോ മിസ്മാച്ചുകളോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, ക്ലാസ് കേൾക്കുമ്പോഴോ ക്ലാസ് മിസ്സായി പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്ലാസ്സുകൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ, നോട്ട്സ് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ എല്ലാ ക്ലാസ്സിൻ്റെയും എല്ലാ ചാപ്റ്ററിൻ്റെയും 1 ഷോട്ട് ഉണ്ട്, റിവിഷൻ വീഡിയോസ് ഉണ്ട്, 1 ഷോട്ട് വീഡിയോസ് ഉണ്ട്. ആൻഡ് എല്ലാ ചാപ്റ്ററിൻ്റെയും ടോട്ടൽ അല്ല കേട്ടോ, എല്ലാ ചാപ്റ്ററിൻ്റെയും ഒരു 50 PYQs നമ്മുടെ കയ്യിലുണ്ട്. ഓരോ ചാപ്റ്ററിനും 50 ക്വസ്റ്റ്യൻസ്. അപ്പോൾ 4 ചോദിക്കുക, അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ ബാങ്കാണ്. അപ്പോൾ ഓരോ ചാപ്റ്ററിനും 50 ക്വസ്റ്റ്യൻസ്. സോ ഫോളോ ചെയ്യുക, നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ദെൻ നല്ല വൃത്തിക്ക് എന്ത് ചെയ്യുക? പഠിക്കുക, മനസ്സിലാക്കുക. സോ ടാറ്റാ.